നമസ്കാരം, ഞാൻ സോളൻ ജോർജ്. ഇന്നത്തെ വീഡിയോയിലൂടെ വീണ്ടും കുറച്ച് ഇംഗ്ലീഷ് ഇഡിയംസ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കുറച്ച് ഹ്യൂമറസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇഡിയംസ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു 5 ഇംഗ്ലീഷ് ഇഡിയംസ് കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത ഇഡിയംസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്പർ 1, ടു പിക്ക് സമ്മൺസ് ബ്രെയിൻ. ടു പിക്ക് സമ്മൺസ് ബ്രെയിൻ. ഇത് സാധാരണഗതിയിൽ ജോലിസ്ഥലങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ പലപ്പോഴും കേൾക്കാറുള്ള ഒരു ഇഡിയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ബൈ ആസ്കിങ് സംവൺ ഹു ഈസ് വെൽ ഇൻഫോംഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സബ്ജക്റ്റ്. അതായത് ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി കാര്യങ്ങൾ ചോദിക്കുന്നതിനെയാണ് ടു പിക്ക് യുവർ ബ്രെയിൻ, ടു പിക്ക് സമ്മൺസ് ബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ജോൺ, ക്യാൻ ഐ പിക്ക് യുവർ ബ്രെയിൻ ഫോർ എ മിനിറ്റ് അബൌട്ട് ദ ന്യൂ പ്രോജക്റ്റ്. നമ്പർ 2, ടു പുട്ട് ദ ഫീലേഴ്സ് ഔട്ട്. ടു പുട്ട് ദ ഫീലേഴ്സ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുതിയ കൺസെപ്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഐഡിയയോ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് ഇൻഫോർമലായിട്ടുള്ള സജഷൻസിലൂടെ അവരുടെ അഭിപ്രായം സ്വരൂപിക്കുന്നതിനെയാണ് പറയുന്നത് ടു പുട്ട് ദ ഫീലേഴ്സ് ഔട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ക്യാൻ ഐ സജസ്റ്റ് വി പുട്ട് ദ ഫീലേഴ്സ് ഔട്ട് ടു സീ എവ്രി വൺ ആക്ച്വലി വാണ്ട്സ് എ വൺ ഡേ ട്രിപ്പ് ദിസ് ഇയർ. നമ്പർ 3, ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ്. ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. 1928 ബ്രെഡ്, സ്ലൈസ്ഡ് ബ്രെഡ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിയത്. അത് ശരിക്കും ഒരു ബേക്കിംഗ് മേഖലയിൽ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഐ തോട്ട് വെൻ ദ സ്മാർട്ട് ഫോൺസ് കെയിം ഔട്ട് ദേ വെർ ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ്. നമ്പർ 4, ടേക്ക് എ ചിൽ പിൽ. ടേക്ക് എ ചിൽ പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക എന്നൊക്കെ ഒരാളോട് പറയാനായിട്ട് ഒരു പാട്രണൈസിങ് വേയിൽ കാം ഡൗൺ ചെയ്യൂ, റിലാക്സ് ചെയ്യൂ എന്നൊക്കെ പറയുന്നതിനെയാണ് ടേക്ക് എ ചിൽ പിൽ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ഡ്യൂറിങ് ദ ഹോളിഡേയ്സ് ഐ ടോൾഡ് മൈ സൺ ടു ടേക്ക് എ ചിൽ പിൽ വെൻ ഹി വാസ് ഫ്രീക്കിംഗ് അബൌട്ട് എ ഫ്ലൈ. നമ്പർ 5, ഐ വിൽ ഷോ മൈസെൽഫ് ഔട്ട്. ഐ വിൽ ഷോ മൈസെൽഫ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കോ എന്തെങ്കിലും പരിപാടിക്കോ ഒക്കെ പോവുകയാണെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരാൻ നേരത്ത് ഹോസ്റ്റ് തിരക്കിലാണെങ്കിൽ നമ്മൾ തനിയെ പോവുകയാണ് എന്ന് പറയാൻ വേണ്ടി പറയാം ഐ വിൽ ഷോ മൈസെൽഫ് ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനും പറയാറുണ്ട് ഐ വിൽ ഷോ മൈസെൽഫ് ഔട്ട്. അപ്പോൾ ഇത്രയും ഇഡിയംസാണ് നമ്മളിന്ന് കണ്ടത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുകയാണ്. കൂടുതൽ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസും ഫ്രേസസും ഒക്കെ ആയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ പിന്നീട് ഞാൻ വരാം. നിങ്ങൾക്കറിയാവുന്ന രസകരമായ ഇഡിയംസും എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് വളരെ നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.